ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 8th ചാപ്റ്ററായ വണ്ടേഴ്സ് ഓഫ് സ്കൈ എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, കാണുക. ഓക്കെ, മീനിങ് ഓഫ് ദ മൂൺ ലൈറ്റ്. എന്താണ് മീനിങ് ഓഫ് ദ മൂൺ ലൈറ്റ്? മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂണിൻ്റെ ലൈറ്റ് അല്ലേ, എന്താ നിലാവ് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ നിലാവിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം നമുക്ക് പൊരുൾ. ഹാവന്റ് യു സീൻ എ ബ്യൂട്ടിഫുൾ ഗ്ലോയിങ് മൂൺ ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്? രാത്രി ആകാശത്ത് മനോഹരമായി പ്രകാശിക്കുന്ന മൂണിനെ കണ്ടിട്ടില്ലേ? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ഫോർ ദ മൂൺ ടു ഷൈൻ സോ ബ്രൈറ്റ്ലി? അപ്പൊ എങ്ങനെയാണ് സ്വയം പ്രകാശിക്കുവോ ഈ മൂണ്? ഇല്ല അല്ലെ, സ്വയം പ്രകാശിക്കൂല ഈ മൂണ് അല്ലെ. അപ്പൊ ഈ സ്വയം പ്രകാശിക്കാത്ത ഈ മൂണിന് എങ്ങനെയാണ് ഭംഗിയായി ഇങ്ങനെ ശോഭിക്കാൻ കഴിയുന്നത്? when it can't shine by itself? Observe the image. What would be the reason for the brightness of the moon? അപ്പോൾ ചിത്രം നിരീക്ഷിക്കൂ. ഈ ചന്ദ്രന്റെ ഈ ശോഭയിൽ കാരണം എന്തായിരിക്കും? ഈ ബ്രൈറ്റ്നസ് വരാൻ കാരണം എന്താണ്? മൂണ് സ്വയം പ്രകാശിക്കൂല. അപ്പൊ മൂണിന് എന്താണ് ഈ ലൈറ്റ് എവിടുന്നാ വരുന്നത്? രാത്രി നമുക്ക് നിലാവുള്ള രാത്രിയൊക്കെ ഉണ്ട് അല്ലേ, കാണല്ലേ? രാത്രിയൊക്കെ നിലാവെളിച്ചമൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ മൂണിന് എവിടുന്നാണ് ഈ വെളിച്ചം വരുന്നത്? ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ കാൺ യു സീ ദ സൺലൈറ്റ് ഫാളിംഗ് സൈമൾട്ടാനിയസ്ലി ഓൺ ദ എർത്ത് ആൻഡ് ദ മൂൺ? അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എന്താണ് ഈ സൺലൈറ്റും ഒരേ സമയം ഭൂമിയിലും ചന്ദ്രനിലും പതിക്കുന്നത് കാണുന്നില്ലേ? നോക്കൂ, സൺലൈറ്റ് ഭൂമിയിലും അതുപോലെ മൂണിലും പ്രകാശിക്കുന്നത് കാണുന്നില്ലേ? ഉണ്ട് അല്ലെ. അപ്പോ ഇവ എന്താണ്? സിൻസ് ദീസ് ആർ ഒപ്പാക് ഒബ്ജക്റ്റ് വോണ്ട് ദ ലൈറ്റ് ബി റിഫ്ലക്റ്റഡ്. അപ്പൊ എന്താണ് ഇവ എന്താണ് ഒരു ഒപ്പാക് ഒബ്ജക്റ്റ് ആയതിനാൽ എന്താണ് പ്രകാശത്തെ എന്താക്കുന്നുണ്ട്? പ്രതിഫലിക്കുന്നുണ്ട് അല്ലെ, എന്താ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടോ? The images show the light falling on the moon reach the earth after reflection. അപ്പൊ എന്താണ് ഇവിടെ? അപ്പം ഈ മൂണിൽ പതിക്കുന്ന ഈ ലൈറ്റ്, സൺലൈറ്റ് പ്രതിപതിച്ചാണ്, റിഫ്ലക്ട് ചെയ്തിട്ടാണ് ഇത് ഭൂമിയിൽ എത്തുന്നതെന്ന് ചിത്രത്തിൽ നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ ഈ സണ്ണിന്റെ ലൈറ്റ് മൂണിലേക്ക് എത്തി, മൂണ് അപ്പൊ എന്താണ് മൂണ് തട്ടിയിട്ടാണ് എന്ത് ഈ എർത്തിലേക്ക് വരുന്നത് അല്ലെ. സോ എന്താണ് മൂണ് പ്രകാശിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? മൂണിൽ പതിക്കുന്ന സൺലൈറ്റിന്റെ പ്രകാശം മൂണിൽ പതിക്കുന്നുണ്ട് അല്ലെ. ആ പതിക്കുന്ന പ്രകാശം എന്താണ് റിഫ്ലക്ട് ചെയ്ത് ഭൂമിയിൽ എത്തുന്നതാണ് എന്ത് ഈ ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് നിലാവ് വരുന്നത്, മനസ്സിലായല്ലോ. സൺലൈറ്റ് എന്താണ് മൂണില് തട്ടിയിട്ട് മൂണിന്ന് എന്താണ് റിഫ്ലക്ട് ചെയ്തിട്ടാണ് എന്ത് ഭൂമിയിൽ എത്തുന്നത് അല്ലെ. അപ്പൊ ആണ് എന്ത് അവിടെ നിലാവെളിച്ചം വരുന്നത്. Then moonlight is sunlight reflected from the moon. എന്താണ് ഈ സൂര്യപ്രകാശം സൺലൈറ്റ് മൂണിൽ തട്ടി റിഫ്ലക്ട് ചെയ്തു വരുന്നതാണ് എന്ത് ഈ മൂൺലൈറ്റ് എന്ന് പറയുന്നത്. ദ സർഫേസ് ഓഫ് ദ മൂൺ ഈസ് റഫ്. എന്താണ് ഈ മൂണിന്റെ സർഫേസ് എന്താണ് പരിപ്പരുത്തതാണ് കേട്ടോ. If so, is it due to regular or irregular reflection? Discuss and write down in your സയൻസ് ഡയറി. എന്താ അവിടെ പറയുന്നത്? ചന്ദ്രനിൽ തട്ടി, അതായത് ഈ സൺലൈറ്റ് മൂണിൽ തട്ടി റിഫ്ലക്ട് ചെയ്തു വരുന്നതാണ് എന്ത് മൂൺലൈറ്റ്. അപ്പം മൂണിന്റെ എന്താണ് സർഫേസ് എന്താണ് ഒരു റഫാണ് അല്ലെ, പരിപരുത്തതാണ് അല്ലെ. അങ്ങനെയെങ്കിൽ ഈ മൂൺലൈറ്റ് ഉണ്ടാകുന്നത് ക്രമപ്രതിപതനം മൂലമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് റെഗുലർ ഓർ ഇറഗുലർ റിഫ്ലക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സർഫേസ് ഓഫ് ദ മൂൺ ഈസ് റഫ്, സോ ഇറ്റ് ഈസ് ഡ്യൂ ടു റെഗുലർ ഓർ ഇറഗുലർ റിഫ്ലക്ഷൻ. എന്താണ് ഇവിടെ പറയുന്നത്? ഈ മൂൺലൈറ്റ് ഉണ്ടാകുന്നത് റെഗുലർ ആയിട്ടാണ് അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ ആയിട്ടാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ചർച്ച ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ മൂൺലൈറ്റ് എന്താണ്? മൂൺലൈറ്റ് നോക്കാം നമുക്ക്. നോക്കൂ, the sunlight falling on the moon's surface gets scattered and reaches the earth. This is the moonlight that we see at night. എന്താണ്? അപ്പം നമുക്ക് അതായത് മൂൺ സർഫസ് അല്ലെ, മൂണിന്റെ സർഫസിൽ പതിക്കുന്ന സൺലൈറ്റ് സ്കാറ്റേർഡ് എന്താണ് വിസരിതമായി പ്രതിപതിച്ചിട്ട് എന്താണ് റിഫ്ലക്ട് ചെയ്തിട്ട് ഭൂമിയിൽ എത്തുന്നതാണെന്ത് നാം രാത്രിയിൽ കാണുന്ന നിലാവ് അല്ലെ. ഒന്നുകൂടി പറഞ്ഞിരിക്കുക, ഈ മൂണിന്റെ സർഫസിൽ പതിക്കുന്ന സൺലൈറ്റ് എന്താണ് അത് സ്കാറ്റർ ചെയ്തിട്ട് എന്താണ് ഇവിടെ എർത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യാണ് അല്ലെ. അതാണ് എന്ത് നാം രാത്രിയിൽ കാണുന്ന നിലാവ്. ഒന്നുകൂടി പറഞ്ഞുതരാം, ഈ മൂണിന്റെ സർഫസിൽ പതിക്കുന്ന സൂര്യപ്രകാശം റിഫ്ലക്ട് ചെയ്തിട്ട് ഭൂമിയിൽ എത്തുന്നതാണെന്ത് നാം രാത്രിയിൽ കാണുന്ന മൂൺലൈറ്റ്. ഓക്കെ, at night you have experienced bright as well as dim moonlight.
ലെറ്റ് us try to find out the reason for this. നിലാവ് കൂടുതലുള്ള രാത്രികളും നിലാവ് തീരെയില്ലാത്ത രാത്രികളും നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഇതിന്റെ കാരണം എന്നറിയാൻ നമുക്ക് ശ്രമിക്കാം അല്ലെ. നിലാവുള്ള രാത്രിയുണ്ട്, നിലാവില്ലാത്ത രാത്രിയുണ്ട് അല്ലെ. അപ്പൊ എന്താ കാരണം അങ്ങനെ നോക്കാം. ഫേസസ് ഓഫ് ദ മൂൺ, മൂണിന്റെ ഫേസ്. അപ്പോൾ ചന്ദ്രന്റെ ആ ഫേസസ് ഏതൊക്കെ ഭാഗത്താണ് വരുന്നത് അല്ലെ. വി സീ ദ സൺ ഇൻ ദ സെയിം ഷേപ്പ് എവറി ഡേ, ബട്ട് വാട്ട് അബൌട്ട് ദ മൂൺ? അപ്പോൾ നമ്മൾ സണ്ണിനെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നത് ഒരേ ആകൃതിയിലല്ലേ. എന്നാൽ നമ്മൾ ചന്ദ്രനെ കാണുന്നത്, മൂണിനെ കാണുന്നതോ? ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് ദ മൂൺ ഓൺ ഡിഫറെന്റ് ഡേയ്സ് ആൻഡ് ഡ്രോ ദം ഇൻ ദ സയൻസ് ഡയറി. വിവിധ ദിവസങ്ങളിൽ കാണുന്ന മൂണിന്റെ ഷേപ്പ് നിരീക്ഷിച്ച് നിങ്ങളുടെ പുസ്തകത്തിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Why is the spherical moon seen in different shapes on different days? Let us do an activity. വിവിധ അപ്പോൾ എന്താണ് ഈ സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഈ മൂണ് എന്തുകൊണ്ടാണ് വിവിധ ദിവസങ്ങളിൽ വ്യത്യസ്ത ആകൃതിയിൽ കാണുന്നത്? നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. മെറ്റീരിയൽസ് നീഡഡ്, ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? 3 സ്മൈലി ബോൾ, ബ്ലാക്ക് പെയിന്റ്, 3 സ്മൈലി ബോളും വേണം കേട്ടോ, ഇങ്ങനത്തെ ബോളും, പിന്നെ 3 എന്താണ് ഒരു ബ്ലാക്ക് പെയിന്റും ആണ് വേണ്ടത്. ഓക്കെ, എക്സാമിൻ ദ പിക്ചേഴ്സ് ആൻഡ് നോട്ട്സ് ഇൻ ദ ബോക്സസ് ഗിവൺ ബിലോ. പെയിന്റ് ഹാഫ് ഓഫ് ദ സ്മൈലി ബോൾ വിത്ത് ദ ബ്ലാക്ക് പെയിന്റ് ആൻഡ് സജസ്റ്റഡ് ഇൻ ദ നോട്ട്സ് ഇൻ ദ ബോക്സസ്. എന്താ അവിടെ പറയുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളും ബോക്സുകളിലെ ഈ നോട്ടുകളും പരിശോധിച്ച് എന്താണ് സ്മൈലി ബോളുകളുടെ പകുതി ഭാഗം കറുത്ത പെയിന്റ് അടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, പെയിന്റ് ദ അതർ സൈഡ് ഓഫ് ദ സ്മൈലി ഫേസ് കംപ്ലീറ്റ്ലി. എന്താണ് സ്മൈലി ഫേസിന്റെ മറുവശം പൂർണ്ണമായിട്ട് പെയിന്റ് ചെയ്യുക. പിന്നെന്താണ് രണ്ടാമത്തെ? പെയിന്റ് കവറിങ് ഹാഫ് ഓഫ് ദ സ്മൈലി ഫേസ്. സ്മൈലി ഫേസിന്റെ പകുതി ഭാഗം മറയുന്ന വിധം എന്താണ് പെയിന്റ് അടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്മൈലി ഫേസിന്റെ പകുതി ഭാഗം മറയുന്ന വിധം പെയിന്റ് ചെയ്യുക. നെക്സ്റ്റ്, പെയിന്റ് കവറിങ് ദ എൻറ്റയർ സ്മൈലി ഫേസ്. പിന്നെന്താണ് സ്മൈലി ഫേസ് മുഴുവൻ മറയുന്ന വിധത്തിൽ എന്താണ് പെയിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ ഇങ്ങനെ. ദ ബ്ലാക്ക് പെയിന്റഡ് പാർട്ട് റെപ്രസെന്റ് ദ ഷാഡോ സൈഡ് ഓഫ് ദ മൂൺ. അപ്പൊ ഇവിടെ എന്താണ് ഈ ബ്ലാക്ക് പെയിന്റ് ചെയ്ത ഭാഗം സൂചിപ്പിക്കുന്ന എന്താണ്? മൂണിന്റെ നിഴൽ ഭാഗവും പെയിന്റ് ചെയ്യാത്ത ഭാഗം സൂചിപ്പിക്കുന്നത് എന്താണ്? മൂണിൽ പ്രകാശം പതിക്കുന്ന ഭാഗവുമാണ് കേട്ടോ. ദ അൺപെയിന്റഡ് പാർട്ട് റെപ്രസെന്റ് ദാറ്റ് പാർട്ട് ഓഫ് ദ മൂൺ വേർ ലൈറ്റ് ഫാൾസ്. അൺപെയിന്റഡ് പാർട്ട് റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? മൂണിൽ ലൈറ്റ് വീഴുന്ന ഭാഗമാണ് കേട്ടോ. ഓക്കെ, ദെൻ place the ball in the class in east-west direction as shown in the picture below. The unpainted part of the smiley ball should face the light and the black painted part should face the side opposite of light. Imagine the smiley balls as the moon and the bulb and as the sun. A, B and C are the positions when the moon revolves around the sun. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ. ഇപ്പൊ നോക്കൂ, ഇവിടെ താഴെ ചിത്രത്തിൽ കാണുന്ന വിധം എന്താണ്? ബോളുകൾ ക്ലാസ്സിൽ എന്താണ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ എന്താക്കുക വെക്കുക. കണ്ടോ, ചിത്രത്തിൽ കാണുന്നതിൽ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഈസ്റ്റ് ഈ ഭാഗത്താണ് കേട്ടോ. അതാ ഈസ്റ്റ് എന്നുള്ള ഇതില്ല. അപ്പൊ ഈസ്റ്റ് വെസ്റ്റ് അല്ലെ, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെന്താ ചെയ്യേണ്ടത്? സ്മൈലി ബോളിന്റെ പെയിന്റ് ചെയ്യാത്ത ഭാഗം പ്രകാശത്തിന് ലൈറ്റിന് അഭിമുഖമായും കറുത്ത പെയിന്റ് ചെയ്ത ഭാഗം പ്രകാശത്തിന് എതിർവശത്തും വരണം. ഓക്കെ, പിന്നെ സ്മൈലി ബോൾ എന്താണ്? മൂണെന്നും ബൾബ് സൂര്യനാണ് എന്നും സങ്കല്പിക്കുക. ബൾബ് സൂര്യനെന്നും സങ്കല്പിക്കുക. എന്താണ് പിന്നെന്താണ്? ബൾബ് സൂര്യനാണെന്നും ആ സ്മൈലി ബോള് മൂണാണെന്നും നമ്മൾ സങ്കല്പിക്കുക. ചന്ദ്രൻ ഭൂമിയെ, അതായത് മൂണ് എർത്തിനെ റിവോൾവ് ചെയ്യുമ്പോൾ വരുന്ന സ്ഥാനങ്ങളാണിത് എ, ബി, സി എന്ന് പറയുന്ന ആ സ്ഥാനം. ഓക്കെ, എ, സി എന്ന ബോളുകൾക്ക് മധ്യത്തിൽ എന്താണ്? കുട്ടി ഇരുന്ന് നിരീക്ഷിക്കണം. കണ്ടോ, എ സിന്റെ നടുക്കായിട്ട് ഇരുന്ന് കുട്ടി നിരീക്ഷിക്കണം. ഓക്കെ, നിഴൽ പൂർണ്ണമായും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് ഏത് ബോളിലാണ്? എയില് അല്ലെ. പൂർണ്ണമായും സാധിക്കുന്ന ഏത് ബോളിലാണ്? എയിലാണ് അല്ലെ. പകുതി ഭാഗം പ്രകാശ ഭാഗവും പകുതി നിഴൽ ഭാഗവും കാണുന്നത് ഏത് സ്ഥാനത്തിലാണ്? ബിയില്. ഓക്കെ, ദെൻ പ്രകാശം പതിയുന്ന ഭാഗം പൂർണ്ണമായും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് ഏത് ബോളിലാണ്? സിയില് അല്ലെ. കണ്ടല്ലേ. ദെൻ the child should sit in the middle balls A and C and observe. പിന്നെ as per the picture how will the child be viewing all 3 balls? ഈ ബോൾസ് എങ്ങനെ കാണുന്നതാണ് അല്ലേ. on which ball can child see the shadow portion completely? shadow portion കാണുന്നത് A ആണ് അല്ലേ. then ball placed in which position enable the child to view half illuminated and half shadow portion?
ഹാഫ് വെളിച്ചുള്ളതും ഹാഫ് പകുതിയുള്ള ഏതാണ്, അല്ല ഡാർക്ക് ഉള്ളതും ബിയിലാണ് അല്ലെ. പിന്നെ അടുത്തത് എന്താണ്, ഓൺ വിച്ച് ബോൾ ക്യാൻ ബി ചൈൽഡ് സീ ദ ഇലുമിനേറ്റഡ് പോർഷൻ കംപ്ലീറ്റ്ലി. തിളങ്ങുന്ന ഭാഗം മൊത്തം കാണുന്നത് ഏത് ബോളിലാണ്, സിയിൽ അല്ലെ. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റ് ബൾബാണ് എന്ത്, സണ്ണായിട്ട് നമ്മൾ സങ്കല്പിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എർത്തിന് ചുറ്റുന്ന മൂണായിട്ട് ഇത് വരുന്നത്. ഓക്കെ, given below are the positions and shapes in which a child observed the moon in the sky after sunset on different days. Analyze the given picture based on the activity you have done. ഒരു കുട്ടി വിവിധ ദിവസങ്ങളിൽ സൂര്യാസ്തമയ ശേഷം ഈ മൂണിനെ ആകാശത്ത് കണ്ട സ്ഥാനവും ആകൃതിയുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. തന്നിരിക്കുന്ന ചിത്രത്തെ നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയതാ വിശകലനം ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈസ്റ്റ് ഈ അല്ലേ, എന്താണ് ഇവിടെ മൂണ്, ഇതാണ് സണ്ണ് അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ് ഈ എന്താണ് ഇവിടെയാണ് എന്ത് മൂണ് പ്രകാശനം ഉണ്ടാവുക അല്ലേ. ഇവിടെ എന്തായാലും അതിൻ്റെ ഷേഡോ വരും അല്ലേ. അപ്പോൾ ഇവിടെയാണ് ഡി വരുന്നത്, എന്താണ് മൂണിനെ കാണാത്ത ടൈം വരുന്നത് അല്ലേ. ഓക്കെ, പിന്നെ ഇതാ കണ്ടോ ചെറിയതായിട്ട് വരുന്നത് കണ്ടോ, ഫുൾ മൂണായി വരികയാണ് അല്ലേ. Does in the illuminated part of the moon viewed from the earth show a difference at each position? അപ്പൊ എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ, ഓരോ സ്ഥാനത്തെത്തുമ്പോഴും ചന്ദ്രന്റെ പ്രകാശമുള്ള ഭാഗം എന്താണ് ഭൂമിയിൽ നിന്ന് കാണുന്നത് വ്യത്യാസപ്പെടുന്നില്ലേ എന്നാ ചോദിച്ചിരിക്കുന്നത്. ഉണ്ട് അല്ലേ. നോക്കൂ, ഇവിടുന്ന് ഇങ്ങനെ കുറച്ചും കൂടെ എത്തുമ്പോൾ കുറച്ച് ഭാഗം ലൈറ്റ് അടിക്കുന്നു കാണുന്നുള്ളൂ അല്ലേ. പിന്നെ ഇങ്ങോട്ട് എത്തുമ്പോൾ പകുതി അല്ലേ. പിന്നെ ഇങ്ങോട്ട് എത്തുമ്പോൾ എന്താ മുക്കാൽ ഭാഗം, ഇങ്ങോട്ട് എത്തുമ്പോൾ ഫുള്ളായിട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ സൺലൈറ്റിന്റെ ആ ലൈറ്റ് ഫുള്ളായിട്ട് ഇതുപോലേക്ക് തട്ടുന്നുണ്ട്. അപ്പൊ അതാണ് നമുക്ക് കാണുന്നത് അല്ലേ. അപ്പൊ താഴെ കൊടുത്ത ഈ ടേബിൾ പരിശോധിച്ച് നിങ്ങളുടെ നിഗമനങ്ങൾ പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നോക്കൂ, വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഡി, മൂൺ ഡി എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ എന്താണ്, ദ ഷാഡോ സൈഡ് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത് അല്ലെ. അപ്പൊ എന്താണ് മൂണിന്റെ നിയൽഭാഗം പൂർണ്ണമായും എന്താണ് എർത്തിന് അഭിമുഖമായി വരുന്നു. അതാണിത് അല്ലെ. കണ്ടോ, നീലഭാഗമാണ് ഭൂമിക്ക് നേരായിട്ട് വരുന്നത് അല്ലേ. ദെൻ വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഇ, എന്താ മൂണ് ഇ എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കൂ, ഹാഫ് ഇലൂമിനേറ്റഡും ഹാഫ് ഡാർക്ക് ഭാഗമാണ് അല്ലെ. ഹാഫ് ഷാഡോ ഭാഗം, ഹാഫ് ദ ഇലൂമിനേറ്റഡ് ആൻഡ് ഹാഫ് ദ ഷാഡോ സൈഡ് ഫേസ് ദ എർത്ത് അല്ലെ. കണ്ടോ. Then when the moon reaches the position F, Fൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഫുള്ള് ലൈറ്റ് തന്നെ വരുന്നുണ്ട് അല്ലെ, ഇലൂമിനേറ്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ദ ഇലൂമിനേറ്റഡ് സൈഡ് കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത് അല്ലെ. ഈ പ്രകാശിതമുള്ള ഭാഗം എന്താണ് പൂർണ്ണമായിട്ട് എന്താ ഭൂമിക്ക് നേരെയായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ. ഓക്കെ, എന്താണ് ന്യൂ മൂണും എന്താണ് ഫുൾ മൂണും? New moon occurs when the shadow side of the moon completely faces the earth. We cannot see the moon on this day. Full moon occurs when the illuminated part of the moon completely faces the earth. Half moon is seen when the half illuminated and half shadow portion of the moon face the earth. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ മക്കളെ, ഈ മൂണിന്റെ നിയൽഭാഗം പൂർണ്ണമായിട്ട് എന്താണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണെന്ത് അമാവാസി എന്ന് പറയില്ല. എന്താണ് ന്യൂ മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കറുത്ത വാവ് എന്നാണ് അതിന് പറയാ അല്ലെ. അത് കറുത്ത വാവ്. വി കനോട്ട് സീ മൂൺ ഓൺ ദിസ് ഡേ. എന്താണ് ഈ സമയത്ത് നമ്മൾ മൂണിനെ തീരെ കാണൂല അല്ലെ, നമുക്ക് തീരെ മൂണിനെ കാണാൻ സാധിക്കില്ല. ഓക്കെ, അമാവാസി ടൈം. ഫുൾ മൂൺ ഒക്കേഴ്സ് വെൻ ഇറ്റ്സ് ഇലൂമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്. അപ്പൊ എന്താണ് മൂണിന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് എന്താണ് അഭിമുഖമായി വരുന്നതാണെന്ത് full moon എന്ന് പറയുന്നത് കേട്ടോ. ഹാഫ് മൂൺ ഈസ് സീൻ വെൻ ദ ഹാഫ് ഇലൂമിനേറ്റഡ് ആൻഡ് ഹാഫ് ഷേഡോ പോർഷൻസ് ഓഫ് ദ മൂൺ ഫേസ് ദ എർത്ത്. അപ്പൊ എന്താണ് ചന്ദ്രന്റെ ഈ പ്രകാശമുള്ള ഭാഗത്തിന്റെ പകുതിയും നിയൽഭാഗത്തിന്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നതാണ് എന്ത് നമുക്ക് ഹാഫ് മൂൺ ഡേ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ന്യൂ മൂൺ ഉണ്ട്, ഫുൾ മൂൺ ഉണ്ട്, ഹാഫ് മൂൺ ഉണ്ട് അല്ലെ. അപ്പോൾ ന്യൂ മൂൺ എന്ന് പറയുന്നത് ഏതാണ് ഷാഡോ ഓഫ് ദ അല്ലെ. അപ്പൊ ഇതാണെന്ത് ഇത് ന്യൂ മൂൺ ആണ് കേട്ടോ. ഷാഡോ വരുന്ന ഭാഗം ഭൂമിക്ക് അഭിമുഖമായി ഷാഡോ വരുന്നത് എന്താണ് ന്യൂ മൂൺ ആണ്. ഫുൾ മൂൺ എന്ന് പറയുന്നത് എന്താണ് ഫുള്ളായിട്ട് പ്രകാശമുള്ള ആ ടൈമിൽ അല്ലെ, കറക്റ്റായിട്ട് അഭിമുഖമായിട്ട് വരുന്ന ആ ടൈമാണ്. ഇലൂമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ ആണ് കംപ്ലീറ്റ്ലി ദ ഫേസസ് ദ എർത്ത് അല്ലെ. ഇതാണ് എന്ത് ഫുൾ മൂണിന്റെ. പിന്നെ ഹാഫ് മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഹാഫ് ഇലൂമിനേറ്റഡ് ആൻഡ് ഹാഫ് ഷാഡോ പോർഷൻ ഓഫ് ദ മൂൺ ഫേസസ് ദ എർത്ത്. ഓക്കെ, പകുതി ഷാഡോവും പകുതി ഇലൂമിനേറ്റഡ് പാർട്ടുമായി നിൽക്കുന്ന ടൈമാണിത് ഹാഫ് മൂൺ, പകുതി എന്നുള്ളത് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഫുൾ മൂണിന്റെ ന്യൂ മൂൺ എന്ന് പറയുമ്പോൾ എന്താണ് അമാവാസി കറുത്തവാവ് എന്നൊക്കെ പറയും അല്ലെ.
ഫുൾ മൂൺ ഡേ എന്താണ്? പൗർണമി വെളുത്തവാവു എന്നൊക്കെ പറയും കേട്ടോ. ഓക്കെ, ഈ വാക്സിങ് ആൻഡ് വാനിങ് എന്താണ്? വൃദ്ധിയും ക്ഷയവും അല്ലെ. Observe the picture given below. The two picture A and B represent the revolution of the moon from the new moon to full moon and vice versa. Are both picture alike? What difference can you observe in this picture? നോക്കൂ, ചിത്രത്തിൽ ഈസ്റ്റ് വെസ്റ്റ് ടു ഈസ്റ്റ് അല്ലേ. നോക്കൂ, സൺലൈറ്റ് ആണ് വരുന്നത്. ഇതോ താഴ്ഭാഗം അല്ലേ, സൺലൈറ്റ്. ഓക്കെ, ഇതേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ചുവടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഫുൾ മൂൺ എന്താണ്? ന്യൂ മൂൺ ടു ഫുൾ മൂൺ വരെയും പിന്നെന്താണ്? Two pictures and B represent the revolution of moon from new moon to full moon and vice versa. തിരിച്ചു അല്ലേ. എന്താണ്? ഈ മൂണിന്റെ റെവല്യൂഷൻ ആണ് അല്ലേ. ന്യൂ മൂണിന്ന് ഫുൾ മൂണിലേക്കും അതുപോലെ ഫുൾ മൂണിന്ന് ന്യൂ മൂണിലേക്കും ഉള്ള ഒരു റെവല്യൂഷനാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഈ രണ്ട് ചിത്രം ഒരുപോലെയാണോ? പിന്നെന്താണ്? രണ്ട് ചിത്രങ്ങളിൽ എന്തെല്ലാം വ്യത്യാസമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, which picture shows the illuminated portion of the moon getting increased when viewed from the earth? അപ്പോൾ ഏത് ചിത്രത്തിലാണ് ഈ മൂണിന്റെ പ്രകാശഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ വർദ്ധിച്ചു വരുന്നതായി കാണുന്നത്? ഏത് ഭാഗമാണ് ഇത് വർദ്ധിച്ചു വരുന്നത്? ഇത് അല്ലേ. ചിത്രം എയിലാണ് വർദ്ധിച്ചു വരുന്നത് അല്ലേ. Which picture shows illuminated portion of the moon getting decreased when viewed from the earth? ഏത് ചിത്രത്തിലാണ് ഈ പ്രകാശഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കുറഞ്ഞു വരുന്നതായി കാണുന്നത്? ഇവിടുന്ന് ഫുൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് അവിടെ അല്ലേ. ചിത്രം ബിയിൽ, പിക്ചർ ബിയിലാണ് അല്ലേ. ഓക്കെ, വാക്സിങ് ആൻഡ് വാനിങ്. When viewed from the earth, the illuminated part of the moon keeps on increasing from new moon to full moon. This period is known as waxing or white halo. എന്താണ്? ചന്ദ്രന്റെ ഈ മൂണിന്റെ പ്രകാശിത ഭാഗം ഉണ്ടല്ലോ, പ്രകാശമുള്ള ഭാഗം, ലൈറ്റ് ഉള്ള ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് എന്താണ്? ഈ ന്യൂ മൂണിന്ന് ഫുൾ മൂണിൽ വരെ അല്ലെ വരെ കൂടി വരുന്നു അല്ലെ, ഇൻക്രീസ് ചെയ്ത് വരികയാണ് കേട്ടോ. ഇതാണ് എന്ത്? ഈ വാക്സിങ് ഓർ വൈറ്റ് ഹെലോ. ഒന്നുകൂടി പറഞ്ഞുതരാം. മൂണിന്റെ പ്രകാശമുള്ള ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് എന്താണ്? ഈ ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ വരെ എന്താണ്? കൂടി വരികയാണ് അല്ല. എന്താണ്? മൂണിന്റെ പ്രകാശിത ഭാഗം, മൂണിന്റെ ആ എന്താണ് ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് പാർട്ട്, മൂണിന്റെ ആ ലൈറ്റ് ഉള്ള ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് എങ്ങനെയാണ്? ന്യൂ മൂണ് മുതൽ എന്താണ് ഫുൾ മൂണ് വരെ എന്താണ് കൂടി വരികയാണ് അല്ലെ. ഈ കാലയളവാണ് എന്ത്? വാക്സിങ് ഓർ വാനിങ് എന്ന് പറയുന്നത്, വാക്സിങ് എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്താണ്? വൈറ്റ് ഹേലോ എന്ന് പറയും. ഓക്കെ, അടുത്ത എന്താണ്? When viewed from the earth, the illuminated part of the moon keeps on decreasing from the full moon to new moon. This period is known as waning or black halo. എന്താണ്? നേരത്തെ നേരെ ഓപ്പോസിറ്റ്. എന്താണ്? മൂണിന്റെ പ്രകാശഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് എന്താണ്? ഫുൾ മൂണ് ടു എന്താണ്? ന്യൂ മൂൺ വരെ കുറഞ്ഞു വരിക ചെയ്യുന്നത് അല്ലെ. ഈ കാലയളവാണ് എന്ത്? വാക്സിങ്, വാനിങ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹേലോ എന്ന് പറയുന്നത് കേട്ടോ. വാക്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എർത്ത് എന്ന് കാണുമ്പോൾ എന്താണ്? മൂണിന്റെ ആ പ്രകാശിത ഭാഗം എന്താണ്? ഇങ്ങനെ ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ വരെ എന്താ? കുറഞ്ഞു വരികയാണ് അല്ലെ. അപ്പൊ ഈ പീരീഡിനെയാണ് വാക്സിങ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ മൂണിന്റെ ആ പ്രകാശിത ഭാഗം എന്താണ്? ഫുൾ മൂൺ മുതൽ ന്യൂ മൂൺ വരെ എന്താണ്? കുറഞ്ഞ് ഡിക്രീസ് ചെയ്ത് വരികയാണ്. ഈ ഇതിനെയാണ് എന്ത്? വാനിങ് ഓർ ബ്ലാക്ക് ഹേലോ എന്ന് പറയുന്നത് കേട്ടോ. ഈ വാക്സിങ് ആൻഡ് വാനിങ് എന്ന് പറഞ്ഞാൽ വൃദ്ധിക്ഷയം ഈസ് ദ difference in viewing the illuminated and shadow portion of the moon as it revolves around the earth. എന്താണ്? ഭൂമിയെ എർത്തിനെ റിവോൾവ് ചെയ്യുന്ന മൂണിന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസമാണെന്ത്? വാക്സിങ് ആൻഡ് വാനിങ് എന്ന് പറയുന്നത് കേട്ടോ. വൃദ്ധിക്ഷയം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. ഭൂമിയെ ഈ റിവോൾവ് ചെയ്യുന്ന മൂണിന്റെ, അതായത് ഭൂമിയെ ചന്ദ്രൻ ചുറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഭൂമിയെ ചന്ദ്രൻ ചുറ്റുമ്പോൾ പ്രകാശിത ഭാഗം എന്താണ്? പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും എന്താണ്? ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസമാണിത് ഈ വാക്സിങ്ങും വാനിങ് എന്ന് പറയുന്നത് കേട്ടോ. അതിനാണ് വൃദ്ധിക്ഷയം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത എന്താണ്? ഫോർ ഫർദർ റീഡിങ്, നമുക്ക് കൂടുതൽ എന്താണ് വായന അല്ലെ. ഇന്ത്യസ് വണ്ടർ ദാറ്റ് ലാൻഡഡ് ഓൺ ദ മൂൺ. ചന്ദ്രനിൽ ഇറങ്ങിയ ഇന്ത്യൻ വിസ്മയം, ചന്ദ്രയാൻ അല്ലെ.
India's pride Chandrayaan-3 is the first probe to land near the south pole of the moon. Launched on 14th July 2023, Chandrayaan-3 landed safely near the south pole of the moon on 23rd August 2023. India is the fourth country to have made a soft landing on the moon. ISRO is moving ahead with Chandrayaan mission to bring rocks and soil from the moon to the earth in the future. Gaganyaan, a human space probe and Mangalyaan-2, a Mars rover, are some of the future mission of ISRO. Get information about India's space missions from the official website isro.gov.in of ISRO. അല്ലേ, എന്താണ് ചന്ദ്രന്റെ സൗത്ത് പോൾ അല്ലേ, മൂണിന്റെ സൗത്ത് പോളിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണെന്ത്, ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ-3 അല്ലെ. 2023 ജൂലൈ 14 വിക്ഷേപിച്ച ഈ ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 എന്ത് ഈ ചന്ദ്രന്റെ സൗത്ത് പോളിനരികിൽ എന്താണ് സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെന്താ അവിടെ പറയുന്നത്, ഈ മൂണില് സേഫ്റ്റി ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യം കൂടിയാണെന്ത് ഇന്ത്യ. മൂണിൽ സേഫ്റ്റി ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഭാവിയിൽ ചന്ദ്രനിൽ നിന്ന് പാറയും മണ്ണും ഭൂമിയിൽ എത്തിക്കാനുള്ള ചന്ദ്രയാൻ ദൗത്യങ്ങളുമായി എന്താണ് ISRO മുന്നേറുകയാണ് അല്ലെ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഗഗൻയാൻ, ചൊവ്വ പര്യവേഷണമായ മംഗൾയാൻ-2 എന്നിവയെല്ലാം എന്താണ് ISROയുടെ ഭാവി ദൗത്യങ്ങളാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ച് എന്താണ് ISROയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ isro.gov.in എന്താണ് INൽ നിന്ന് വിവരങ്ങൾ നിങ്ങൾ ശേഖരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ വിൽ യു ഫൈൻഡ് ഇതാണ് കേട്ടോ ചന്ദ്രയാൻ-3. ഓക്കെ, എന്താണ് മൂണിൽ ഇറങ്ങിയതാണ് കേട്ടോ അത്. ഇതാണ് ഇത് മൂന്ന് നോക്കുമ്പോൾ എർത്തിന്റെ ഷേപ്പാണ് കേട്ടോ അത്, കണ്ടോ, റൗണ്ട് അല്ലേ. ദെൻ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ ന്യൂ മൂൺ ഡേ ആൻഡ് ഫുൾ മൂൺ ഡേ ഫ്രം എ കലണ്ടർ? വിച്ച് ആർ ദ സിമ്പിൾസ് യൂസ്ഡ് ഇൻ ദ കലണ്ടർ ടു ഇൻഡിക്കേറ്റ് ദീസ് ഡേയ്സ്? ഇനി ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, കലണ്ടർ നോക്കുന്നത് അല്ലേ. എന്താണ് ഈ ചന്ദ്രന്റെ ഈ ഫുൾ മൂണും ന്യൂ മൂൺ ഡേയും കലണ്ടറിൽ നോക്കി എങ്ങനെ കണ്ടെത്താം, എന്ത് അടയാളമാണ് ഈ ദിനങ്ങളെ സൂചിപ്പിക്കാൻ കലണ്ടറിൽ ഉപയോഗിക്കാറുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സിമ്പിൾ ആ ഡാർക്ക് ഡോട്ട് കണ്ടോ ആൻഡ് ദ സിമ്പിൾ ഒരു റൗണ്ട് കണ്ടോ ആർ യൂസ്ഡ് ഇൻ എ കലണ്ടർ ടു റെപ്രസെന്റ് ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ റെസ്പെക്റ്റീവ്. നിങ്ങൾ കലണ്ടറിൽ ഇങ്ങനെയൊക്കെ കാണലുണ്ടോ? അപ്പോൾ ഈ കലണ്ടറിൽ എന്താണ് ഫുൾ മൂണിനെ എന്താണ് ന്യൂ മൂണിനെയൊക്കെ കാണിക്കുന്നത് ഈ സിമ്പിൾ വെച്ചിട്ടാണ് കേട്ടോ. ന്യൂ മൂണിനെ ആ ബ്ലാക്കും ഫുൾ മൂണിനെ ആ വൈറ്റും ആയിട്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, നൽകിയിരിക്കുന്ന കലണ്ടർ നിരീക്ഷിച്ച് ഈ അടയാളങ്ങൾ കലണ്ടറിൽ കാണുന്നില്ലേ നോക്കുക. ഒബ്സർവ് ദ ഗിവൺ കലണ്ടർ, ഡോണ്ട് യു സീ ദീ സിമ്പിൾസ് ഇൻ ദ കലണ്ടർ. ബൈ ലുക്കിംഗ് അറ്റ് ദ കലണ്ടർ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഹൗ മെനി ഡേയ്സ് ഇറ്റ് ടേക്സ് ഫോർ ദ മൂൺ ടു റീച്ച് ദ ന്യൂ മൂൺ ഫ്രം ദ ഫുൾ മൂൺ. അപ്പോൾ എന്താണ് കലണ്ടർ നിരീക്ഷിച്ച് ഈ അടയാളങ്ങൾ കലണ്ടറിൽ കാണുന്നില്ല. പൗർണമിയിൽ നിന്ന്, അതായത് മൂണിൽ നിന്ന് ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് എത്താൻ ഈ മൂണിന് എത്ര ദിവസം വേണമെന്ന് കലണ്ടർ നോക്കി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് നോക്കൂ. ആ ബ്ലാക്ക് ഡോട്ട് കാണുന്നില്ലേ? ബ്ലാക്ക് ഡോട്ട് എന്താണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? ബ്ലാക്ക് ഡോട്ടിന് നമ്മൾ എന്താ പറയുക, ന്യൂ മൂൺ അല്ലേ. കണ്ടോ ന്യൂ മൂണ്. ഫുൾ മൂൺ എവിടെയെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, എവിടെയാ ഫുൾ മൂണ്? ഇതവിടെ ഫുൾ മൂൺ അല്ലേ. ഓക്കെ, ദെൻ ദ ഡേറ്റ് ഓഫ് ഫുൾ മൂൺ ഇൻ ദ കലണ്ടർ 5. ഇപ്പോൾ ഫുൾ മൂൺ ഉള്ളത് മെയ് 5 അല്ലേ, കണ്ടോ. ദ ഡേറ്റ് ഓഫ് ന്യൂ മൂൺ ഇൻ ദ കലണ്ടർ, ന്യൂ മൂൺ ഉള്ളത് 19. ഓക്കെ, 19 അല്ലേ, ഇവിടെ മെയ് 19 എഴുതുക. ദ നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ടു റീച്ച് ന്യൂ മൂൺ ഫ്രം ഫുൾ മൂൺ. അപ്പോൾ ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് എത്താനുള്ള ദിവസമാണ്, എത്ര ദിവസം പിടിക്കുന്ന ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ദിവസമാണ് ഇത് എണ്ണി നോക്കിയിട്ട് ഇവിടെ എഴുതുക കേട്ടോ. ഇതാണ് എന്ത് ഫുൾ മൂൺ. ഈ ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ എത്ര ദിവസം നിന്ന് എണ്ണീറ്റ് അവിടെ എഴുതുക കേട്ടോ. ഓക്കെ, എക്സാമിൻ ദ നെക്സ്റ്റ് മന്ത്സ് കലണ്ടർ ഓൾസോ. ഫൈൻഡ് ഔട്ട് ഹൗ മെനി ഡേയ്സ് ആർ നീഡഡ് ഫോർ ദ മൂൺ ടു റീച്ച് ദ നെക്സ്റ്റ് ന്യൂ മൂൺ ഫ്രം ദ ഫുൾ മൂൺ. ഇനി അടുത്ത കലണ്ടർ നോക്കിയിട്ട് വേറെ താഴെ ഒരു കലണ്ടർ കൂടി ഉണ്ട് കേട്ടോ. അടുത്ത മാസത്തെ കലണ്ടർ കൂടി പരിശോധിക്കുക. അപ്പോൾ ഈ ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്ക് ന്യൂ മൂണിലേക്ക് എത്താൻ ഈ മൂണിന് എത്ര ദിവസം വേണമെന്ന് കലണ്ടർ നോക്കി കണ്ടെത്തുക. നമുക്ക് ഡേറ്റ് ഓഫ് ഫുൾ മൂണിന്റെ ഡേറ്റ് എന്താണ്? ഫുൾ മൂണ് 4 അല്ലേ. അപ്പം ജൂൺ 4 ആണ്. ഡേറ്റ് ഓഫ് ന്യൂ മൂൺ ഇൻ ദ കലണ്ടറോ
18th June ആണ് അല്ലേ. ഇനി നമ്പർ ഓഫ് ഡേയ്സ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ന്യൂ മൂൺസ് ബൈ ദ ചെക്കിംഗ് ബോത്ത് ദ കലണ്ടർ. അപ്പോൾ 2 കലണ്ടറും പരിശോധിച്ച് ഒരു അമാവാസിയിൽ നിന്ന് തൊട്ടടുത്ത, അതായത് ഒരു ന്യൂ മൂണിൽ നിന്ന് തൊട്ടടുത്ത ഫുൾ മൂണിലേക്ക് എത്താൻ എടുത്ത ദിവസങ്ങളുടെ എണ്ണ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് എത്താനുള്ള എത്ര ദിവസം എടുത്തു എന്നുള്ളത് അപ്പം നിങ്ങൾ ഇത് എണ്ണിയിട്ട് എഴുതുക. ഓക്കെ, ഇതാണ് 4 അല്ലേ. 4-ാം തീയതി അന്ന് ഫുൾ മൂണ്, ന്യൂ മൂൺ വരുന്നത് 18th. ഓക്കെ, അപ്പോൾ ഇത് എണ്ണി നോക്കുക. എന്നിട്ട് എന്താക്കുക, ഈ ദിവസം തന്നെയാണോ ഈ ദിവസം നോക്കുക ആയിരിക്കും അല്ലേ. ഓക്കെ, ദെൻ Didn't it take 30 days for one new moon to reach the next? അപ്പം ഒരു ന്യൂ മൂണിൽ നിന്ന് അടുത്ത ന്യൂ മൂണിലേക്ക് എത്താൻ ഇവിടെ 13 ദിവസം എടുത്തില്ലേ, 30 ദിവസം എടുത്തില്ലേ. അതായത് ഒരു ന്യൂ മൂണിൽ നിന്ന് അടുത്ത ന്യൂ മൂണിലേക്ക് എത്താൻ 30 ദിവസം എടുത്തില്ലേ. The moon takes 27 1/3 days to revolve round the earth once. What is the reason for this difference? Discuss. അപ്പോൾ ഭൂമിയെ ഒരു തവണ റിവോൾവ് ചെയ്യാൻ ഈ മൂണിന് 27 1/3 ദിവസമാണ് വേണ്ടത്. എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം എന്ന് ചോദിച്ചിരിക്കുന്നത്, ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭൂമിയെ, അതായത് എർത്തിനെ ഒരു തവണ റിവോൾവ് ചെയ്യാൻ മൂണിന് 27 1/3 ദിവസമാണ് വേണ്ടത് കേട്ടോ. അത് ചോദിക്കും, ശ്രദ്ധിക്കുക. മൂൺ ടേക്സ് 27 1/3 days to revolve around the earth once. Okay, then from new moon to new moon. Okay, ന്യൂ മൂണിൽ നിന്ന് ന്യൂ മൂൺ വരെ. The earth needs 365 1/4 days to revolve around the sun once. അല്ലേ, എന്താണ്, എർത്ത് ഒരു തവണ സണ്ണിനെ റിവോൾവ് ചെയ്യാൻ 365 1/4 ദിവസം വേണം. ഓക്കെ, അത് നമുക്കറിയുന്ന സംഭവം. ബൈ ദ ടൈം ദ മൂൺ റിവോൾവ്സ് അറൌണ്ട് ദ എർത്ത് വൺസ്, ദ എർത്ത് വുഡ് ഹാവ് ട്രാവൽഡ് സം ഡിസ്റ്റൻസ് ഇൻ ഇറ്റ്സ് ഓർബിറ്റ് വിത്ത് മൂൺ അറൌണ്ട് ദ സൺ. എന്താണ്, മൂണ് എർത്തിനെ ഒരു തവണ റിവോൾവ് ചെയ്യുമ്പോൾ, എർത്ത് എന്താണ്, ഒന്നുകൂടി പറഞ്ഞുതരാം. മൂണ് എർത്തിനെ ഒരു തവണ റിവോൾവ് ചെയ്യുമ്പോൾ, ചുറ്റുമ്പോൾ എന്താണ്, എർത്ത് മൂണ് മൊത്ത് സൂര്യന് ചുറ്റും എന്താണ് ചുറ്റുന്നുണ്ട് അല്ലേ. ആ ചുറ്റുന്ന പാതയിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പം ഓക്കെ, എന്താണ് പറയുന്നത്, എർത്തിന് ഒരു തവണ സണ്ണിനെ റിവോൾവ് ചെയ്യാൻ, ചുറ്റാൻ 365 1/4 ദിവസം വേണം. മൂണ് എർത്തിനെ ഒരു തവണ റിവോൾവ് ചെയ്യുമ്പോൾ, ചുറ്റുമ്പോൾ എർത്ത് മൂണ് മൊത്ത് സണ്ണിന് ചുറ്റും പരിക്രമണ പാതയിൽ, അതായത് അതിന്റെ ആ ചുറ്റുന്ന പാതയിൽ, ഓർബിറ്റിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. ഭൂമിക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം കാരണം എന്താണ്, ഈ ചന്ദ്രന്റെ കലകൾ ഉണ്ടല്ലോ, ഷേപ്പ് ഓഫ് മൂണ്, പൊസിഷൻ ഓഫ് ദ എർത്ത് അല്ലെ. അപ്പൊ അതിന്റെ ആ ഇതെന്താണ്, ആവർത്തിച്ച് കാണാൻ എന്താണ്, ചന്ദ്രന് അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇതിന് 2 ദിവസത്തിലധികം എന്താണ് സമയം വേണ്ടി വരും. അതുകൊണ്ടാണ് എന്ത്, ഈ ന്യൂ മൂണ് മുതൽ അടുത്ത ന്യൂ മൂൺ വരെ 29 1/2 ദിവസങ്ങൾ വരുന്നത്. കലണ്ടറിൽ തുടർന്നുള്ള മാസങ്ങൾ കൂടി പരിശോധിക്കുക. നിങ്ങൾ കണ്ടെത്തിയത് ശരിയല്ലേ നോക്കുക. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ എന്താ അവിടെ പറഞ്ഞെന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. എർത്തിന് ഒരു തവണ സണ്ണിനെ ചുറ്റാൻ എന്താണ് 365 1/4 ദിവസം വേണം. മൂണ് എർത്തിനെ ഒരു തവണ ചുറ്റുമ്പോൾ, പരിക്രമണം റിവോൾവ് ചെയ്യുമ്പോൾ ഭൂമി മൂണ് ഒത്ത് സൂര്യന് ചുറ്റും എന്താണ് സൂര്യന് ചുറ്റും ആ ഓർബിറ്റിൽ കുറച്ച് ദൂരം കൂടി സഞ്ചരിച്ചിട്ടുണ്ടാവും. ഭൂമിക്കുണ്ടാവുന്ന ഈ സ്ഥാനമാറ്റം കാരണം ഫേസ് ഓഫ് മൂൺ ആവർത്തിച്ച് കാണാൻ മൂണിന് അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇതിന് 2 ദിവസത്തിലധികം സമയം വേണ്ടി വരും. അതുകൊണ്ടാണ് എന്ത്, ഈ ന്യൂ മൂൺ മുതൽ അടുത്ത ന്യൂ മൂൺ വരെ 29 1/2 ദിവസങ്ങൾ വരുന്നത്. കലണ്ടറിൽ തുടർന്നുള്ള മാസങ്ങൾ കൂടി പരിശോധിക്കുക. നിങ്ങൾ കണ്ടെത്തിയത് ശരിയല്ലേ നോക്കുക. ഓക്കെ, ചെക്ക് ഇത്. ഓക്കെ,
നിങ്ങളെ കലണ്ടറിൽ നോക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കുക, ലെറ്റ് us observe. എന്താണ് നമുക്ക് നിരീക്ഷിക്കാന്നുള്ളതാണ് അല്ലേ. എന്താണ് we have searched the reason for the beautiful sight of the sky. Find out the new moon and full moon days in this month's calendar and observe the moon every day after the sunset from new moon to full moon. Share your findings with your friends. എന്താണ് നമ്മൾ ഈ മാനത്തുള്ള മനോഹര കാഴ്ചകളുടെ കാരണങ്ങളാണ് നാം എന്താക്കിയിരിക്കുന്നത്, അന്വേഷിച്ചത്. ഈ മാസത്തെ കലണ്ടർ അനുസരിച്ച് ഈ ന്യൂ മൂൺ ടു ഫുൾ മൂൺ വരെ എന്താണ്, അല്ലെങ്കിൽ ഫുൾ മൂൺ ടു ന്യൂ മൂൺ വരെ എന്താണ്, സൂര്യാസ്തമയ ശേഷം ചന്ദ്രനെ നിങ്ങൾ നിരീക്ഷിക്കുക. നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ്, നിങ്ങൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്യുക കേട്ടോ. ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ വരെയുള്ള ആ ഇത് നിങ്ങൾ എന്താക്കുക, ആകാശത്തേക്ക് നോക്കി നിരീക്ഷിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ എടുത്ത ഇതാണല്ലേ, അത് എൻ്റെ ആക്സസിൽ നമുക്ക് വിലയിരുത്താൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലാക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.